من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നത് ശാശ്വതമായി നരകത്തിൽ കഴിയാൻ കാരണമാകുന്ന ചില പാപങ്ങൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നരകത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരും തന്നെ നരകത്തിൽ ശാശ്വതരല്ല. ഈ ശാശ്വതരായിട്ടുള്ള ആളുകൾക്ക് എല്ലാം തന്നെ ഒരുപോലെയല്ല ശിക്ഷകൾ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് ഒരു മനുഷ്യൻ നരകത്തിൽ ശാശ്വതനാവുക? അവൻ നിർബന്ധമായിട്ടും എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം സ്വർഗത്തിൽ പ്രവേശിക്കാൻ? ഇതൊരു മുസ്ലിം പഠിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, അവൻ നരകത്തിൽ പ്രവേശിക്കും. നിങ്ങൾ നോക്കൂ, നമ്മൾ ദുനിയാവിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഇതെല്ലാം വേണ്ട എന്നല്ല പറയുന്നത്. നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നാളെ പരലോകത്ത് റബ്ബിൻ്റെ അടുക്കൽ നിന്നും റബ്ബിൻ്റെ ശിക്ഷയുടെ അടുക്കൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതിലൊന്നാമത്തേത്, നരകത്തിൽ ശാശ്വതമായിട്ടൊരു മനുഷ്യൻ കഴിയാൻ കാരണമാകുന്ന ഒന്നാമത്തെ പാപം അത് കുഫ്റും ശിർക്കുമാണ്. എന്താണ് കുഫ്ർ എന്ന് പറഞ്ഞാൽ? കുഫ്ർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുക, അല്ലെങ്കിൽ ദീനിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിഷേധിക്കുക. അതുപോലെ തന്നെ അതിനോടൊപ്പമുള്ളതാണ് ഷിർക്ക്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് യഥാർത്ഥ വിശ്വാസം വിശ്വസിക്കാതെ സഹോദരങ്ങൾ ആരും മുസ്ലിം ആവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിച്ച സത്യനിഷേധികളെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട് സൂറത്തുൽ ഗാഫിറിലെ 10-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന കഫറൂ യുനാദൗന ലമഖ്തുല്ലാഹി അക്ബറു മിൻ മഖ്തികും അൻഫുസകും ഇദ് തുദഊന ഇലൽ ഈമാനി ഫതക്ഫുറൂന ഖാലൂ റബ്ബനാ അമത്തന ഇസ്നതൈൻ വഹയതന ഇസ്നതൈൻ. അവർ സത്യനിഷേധികൾ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷം അവരോട് വിളിച്ചു പറയപ്പെടും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തേക്കാൾ നിങ്ങളോട് സ്വന്തത്തിന് കോപം കാണിച്ചിരിക്കുന്നു. അതായത് സ്വന്തത്തിനോട് അമർഷം തോന്നുന്ന സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അമർഷം തോന്നുകയില്ല. കാരണം എന്താണ്? അവർ ഇതുദഊന ഇലൽ ഈമാൻ, ഈമാനിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ ഫതക്ഫുറൂൻ, നിങ്ങൾ കളവാക്കി, നിങ്ങൾ നിഷേധിച്ചു. ഫതക്ഫുറൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിച്ചു. ഹക്ക് മനസ്സിലായിട്ടും അത് യഥാർത്ഥമാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹയാണെന്ന് മനസ്സിലായിട്ടും അത് നിഷേധിച്ചു. ഇങ്ങനെയുള്ള ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് കാണാൻ സാധിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരാളുടെ വിശ്വാസത്തിൽ വരുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക ജീവിതത്തിൽ വരുന്ന നരകം ശാശ്വതമാകുന്ന കാര്യങ്ങൾ? ഏതെല്ലാമാണ് അത്? ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിൽ വീണു പോകാൻ അവസരങ്ങൾ വളരെ കൂടുതലാണ്. നമുക്കറിയാൻ സാധിക്കും, പരിശോധിച്ച് നോക്കിയാൽ പല മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളെന്ന് പറയാൻ സാധിക്കുകയില്ല. അത്രയും ഗൗരവപ്പെട്ട വിഷയമാണ്. എന്നാൽ മുസ്ലിങ്ങളാകട്ടെ അതിനെക്കുറിച്ച് അശ്രദ്ധയിലുമാണ്, ചിന്തിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ ഏകദേശം 400ഓളം അല്ലെങ്കിൽ 500ഓളം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഇതിൽ പ്രധാനപ്പെട്ട 10 എല്ലാ മുസ്ലിം മനസ്സിലാക്കിയിരിക്കേണ്ട, കൂടുതൽ ആളുകളും ആ ദീനിൽ നിന്ന് പുറത്തു പോകാനും നരക ജീവിതം ശാശ്വതമാക്കാനും വേണ്ടി ചെയ്തിട്ടുള്ള 10 കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിനെ ഒരുമിച്ച് കൂട്ടിയത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയാണ്. അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും, ഇഅലം അന്ന നവാഖിൽ ഇസ്ലാമി 10 നവാഖിൽ. തീർച്ചയായിട്ടും ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങൾ അത് 10 ദീനിൽ നിന്നും പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീനിൽ നിന്നും പുറത്തു പോയവൻ അവൻ കാഫിറാണ്, നരകത്തിൽ ശാശ്വതനാണ്. കാഫിറാണ്, നരകത്തിൽ ശാശ്വതനാണ്. എന്തെല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, വാക്കുകൾ കൊണ്ടാണ്
വിശ്വാസങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി ദീനുൽ ഇസ്ലാം പുറത്തു പോവുക. ഈ കാര്യങ്ങളെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒന്നാമത്തെ അദ്ദേഹം പറയുന്നു അശ്ശിർക്കു ഫി ഇബാദത്തില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക. എന്തിൽ? ഇബാദത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട ഒരു ഇബാദത്ത്, ഒരു ആരാധന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികൾക്ക് നൽകുക. അത് നൽകി കഴിഞ്ഞാൽ അവൻ ദീനുൽ ഇസ്ലാം പുറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നതിനെ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ളതിനെ, ശിർക്കല്ലാത്ത വൻപാപങ്ങൾ, അവയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു നൽകും. അതായത് തൗബ ചെയ്താൽ എല്ലാം പുറത്തു നൽകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് പരലോകത്ത് വെച്ച് വെറുതെ പുറത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ റഹ്മത്ത് കൊണ്ട് അതിൽ ശിർക്ക് ചെയ്ത ആളുകൾ ഒരിക്കലും ഉൾപ്പെടുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, തീർച്ചയായിട്ടും കാര്യം ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് വെച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ സ്വർഗ്ഗത്തെ നിഷിദ്ധമാക്കി. ശ്രദ്ധിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ സ്വർഗ്ഗത്തെ നിഷിദ്ധമാക്കി. വമഅവാഹുന്നാർ, അവന്റെ പര്യവസാനം, അവന്റെ സങ്കേതം നരകമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹുൽ മുസ്തആൻ. അപ്പോൾ സഹോദരങ്ങളെ, ഇത്രയും ഗൗരവം നിറഞ്ഞ ശിർക്ക് അതെന്താണ്? അത് നമ്മൾ പഠിച്ചിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അർഹമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കുക. അത് റുബൂബിയത്തിലാകട്ടെ, അതായത് ലോകം നിയന്ത്രിക്കുന്നത്, ആകാശഭൂമികളെ പടച്ചത്, റിസ്ക് നൽകുന്നത്, ഇതിലൊരു സൃഷ്ടിക്ക് എന്തെങ്കിലും ഒരു വക, ഇതിലേതെങ്കിലും ഒരു മാർഗം, ഏതെങ്കിലും ഒരു ഭാഗം വെച്ചു കൊടുത്താൽ അവൻ മുശ്രിക്കാണ്, അവൻ ചെയ്ത ശിർക്കാണ്, ദീനുൽ ഇസ്ലാമിന് പുറത്താണ്. ഇനി അതല്ല, ഒരാൾ ഇതൊന്നും ചെയ്തിട്ടില്ല, ഒരാൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, അവൻ ചില സമയങ്ങളിൽ ആപത്ത് ഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മറ്റു ചില ആളുകളെ ദുആ ചെയ്യുന്നു, അവരോട് ചോദിക്കുന്നു, അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നു, പ്രയാസഘട്ടങ്ങളിൽ അവരോട് തൻ്റെ ആവലേത് ബോധിപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്താലും അവന് ശിർക്ക് ചെയ്തവനാണ്, ദീനുൽ ഇസ്ലാം പുറത്താണ്. ഇനി അതല്ല, ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട അസ്മാ സിഫാത്തുകളിൽ ഒരാൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒരു ഷെയ്ഖ് കേൾക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ തന്നെ കുറച്ചു മുമ്പ് ജനിച്ചു മരിച്ചു പോയൊരു വ്യക്തി, ഒരു മനുഷ്യൻ, അദ്ദേഹം കേൾക്കുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വമിൻഹു അദ്ദബഹു ലിഗൈരില്ലാഹി കമൻ യദ്ബഹു ലിൽ ജിന്നി ഔ ലിൽ ഖബരി, ഒരുത്തനെ പോലെ അവനെങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൽപ്പെട്ടവനാണ് അദ്ദബഹു ലിഗൈരില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ അറുക്കുക, ബലി നൽകുക, അത് ശിർക്കാണ്. ഏതുപോലെ കമൻ യദ്ബഹു ലിൽ ജിന്നി ഔ ലിൽ ഖബരി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ജിന്നിന് അറുത്തു കൊടുക്കുക, ഒരു ജിന്നിന് അറുത്തു കൊടുക്കുക. ഇത് ഒരു ജിന്നിന് അറുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദിവസേന നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത്? നമുക്ക് കാണാൻ സാധിക്കും, ഈ സിഹർ ബാധിക്കപ്പെട്ട ആളുകൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി ചില ആളുകളുടെ അടുക്കൽ പോകും. എന്നിട്ട് അവർ പറയുക ഇതാണ്, ഇന്ന കോഴിയെ, ഇന്ന നിറത്തിലുള്ള കോഴിയെ ഇന്ന സമയത്ത് നിങ്ങൾ അറുക്കണം. ഇത് ഒരു ജിന്നിനുള്ള ഒരു ബലികർമ്മമായിരിക്കും. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഖബറിൽ കിടക്കുന്ന ഒരു ഷെയ്ഖിന് വേണ്ടി, അതിൽ ഖബറിൽ കിടക്കുന്ന ഒരു വലിയന് വേണ്ടി, അതിൽ ഖബറിൽ കിടക്കുന്ന പ്രവാചകൻ തന്നെ ആയിരിക്കട്ടെ, പാടില്ല. ഖബറിൽ കിടക്കുന്ന ആളുകൾ ബലിയറുത്താൽ അത് ശിർക്കാണ്, ദീനുൽ ഇസ്ലാം പുറത്തു പോകുന്ന കാര്യമാണ്. അസാനി. എന്നിട്ട് രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നു, മൻ ജഅല ബൈനഹു വബൈന അല്ലാഹി വസായിത യദ്ഉഹും വയസ്അലുഹും ശഫാഅ, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും തനിക്കുമിടയിൽ, ഒരാൾക്കുമിടയിൽ ഒരാളെ നിശ്ചയിച്ചു, വസായിത്ത്, നടുവിൽ ഒരാൾ, യദ്ഉഹും, എന്നിട്ട് ആ നടുവിലുള്ള ആളോട് ചോദിക്കുന്നു, വയസ്അലുഹും ശഫാഅത, അദ്ദേഹത്തിനോട് ശഫാഅത്ത് ചോദിക്കുന്നു, വയതവക്കൽ അലൈഹിം, അദ്ദേഹത്തിന്റെ മേൽ തവക്കുൽ ചെയ്യുന്നു. ഉദാഹരണം പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും അടുത്ത ആളുകളാണ് പ്രവാചകന്മാർ, സംശയമില്ല. അവരോട് ചോദിക്കുക, ഈ പ്രവാചകന്മാരോട് ചോദിക്കുക, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അതായത് അവരെ മധ്യവർത്തികളാക്കുക എന്നുള്ള പരിപാടി. അങ്ങനെ ചെയ്താൽ അത് ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. അതിലായിക്കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും. ഇതിലെ തെളിവ് എന്താണ്? കഫറ ഇജ്മാഅൻ, ഇജ്മാ ഉണ്ട് സഹാബാക്കളുടെ ഇടയിൽ.
താബിഈങ്ങളുടെ ഇടയിൽ ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ഒരു വലിയനെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു അറിയപ്പെട്ട ഒരു വലിയ മഹാനെ വെച്ചുകൊണ്ട്, ഇനി അതല്ല മറ്റേതെങ്കിലും വ്യക്തികളെ വെച്ചുകൊണ്ട് അവരോട് ചോദിക്കുക. എന്നിട്ട് ഇവന്റെ വിശ്വാസം എന്താണ്? ഇവർ സഹായിക്കുമെന്ന് ഇവർക്ക് വിശ്വാസമില്ല. അതായത് ഇവർക്ക് സ്വന്തമായിക്കൊണ്ട് കഴിവുണ്ടാവുമെന്ന് വിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. അവിടെ വിശ്വാസം ഇത്രയേ ഉള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇവർ പറയും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അങ്ങനെയാണെങ്കിൽ പോലും ദീനുൽ ഇസ്ലാം പുറത്തു പോകും എന്നുള്ള സംശയമില്ല. നിങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് ഇതറിയാതെ ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് എത്തിക്കണം ആളുകളുടെ അടുക്കലേക്ക്. ഇനി മൂന്നാമത്തേത്, മല്ലം യുകഫിറിൽ മുശ്രിക്കീൻ ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരെങ്കിലും ശിർക്ക് ചെയ്യുന്ന ആളുകളെ, മുശ്രിക്കീങ്ങളെ കാഫിറാക്കില്ല, സത്യനിഷേധിയാണെന്ന് വിധിച്ചില്ല. മുശ്രിക്കായ ഒരു വ്യക്തിയെ, കാഫിറായ ഒരു വ്യക്തിക്ക് ഇസ്ലാമിന്റെ പവിത്രതകൾ നൽകി, ഇസ്ലാമിൽ ഒരു മുസ്ലിമിന് എന്തെല്ലാം കടമകളുണ്ടോ ഈ കടമകൾ ഒരു കാഫിറിന് നൽകി. അതായത് അവനെ കാഫിറാണെന്ന് പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ കാഫിറാണെന്ന് വിധിച്ചില്ല. അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കുഫ്രിൽ, ഉദാഹരണം പറയാൻ, ഒരാൾ ഖബറിന് സുജൂദ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരാൾക്ക് റുബൂബിയ്യത്ത് നൽകുന്നുണ്ട്. ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ പടച്ചോൻ അത് മടവൂരാണ്. ഇങ്ങനെ പറയുന്ന ആളുകളെ മുശ്രിക്കായി കണ്ടിട്ടില്ലെങ്കിൽ, കാഫിറായി കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരാ ചെയ്യുന്ന പ്രവർത്തനം അത് കുഫ്റാണെന്ന് സംശയിച്ചാൽ ഈ സംശയിച്ച വ്യക്തിയും കാഫിറായി. ശ്രദ്ധിക്കണം, ഈ സംശയിച്ചവും വ്യക്തിയും അതുപോലെ തന്നെ അവനെ കാഫിറായി കാണാത്ത വ്യക്തിയും ദീനുൽ ഇസ്ലാം പുറത്താണ്. കാരണം എന്താണ്? കാരണം അവൻ അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവന്റെ പ്രവർത്തനം ശരിയാണെന്ന് ഇവൻ വെക്കും. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദീനുൽ ഇസ്ലാം ഇല്ലതാണ്, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിൽ തെറ്റില്ല എന്നുള്ളത് അവൻ പറയാതെ പറയുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളും ദീനുൽ ഇസ്ലാം പുറത്താണ്. ഇനി അതല്ലാതെ ചില ആളുകൾ പറയുന്നത് പോലെ എല്ലാ മതവും ഒരുപോലെയാണ്, ഏതെങ്കിലും മതമുണ്ടായ പോലെ, മനുഷ്യനെന്നായ പോലെ മതം വേണ്ടതുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നതായി കാണാം. അതെല്ലാം ഇതിന്റെ പരിധിയിൽ വരും, ദീനുൽ ഇസ്ലാം പുറത്താവും. അല്ലെങ്കിൽ പ്രത്യേക ഒരു മദ്ഹബിനെ, പ്രത്യേക ഒരു ശിർക്കിയായിട്ടുള്ള സമൂഹത്തിനെ അവരുടേതും ശരിയാണ്, നമ്മളുടേതും ശരിയാണ്, അങ്ങനെ പറഞ്ഞാലും ദീനുൽ ഇസ്ലാം പുറത്താണ്. ഇനി നാലാമത്തേത്, من اعتقد أن غير هدي النبي صلى الله عليه وسلم أكمل من هديه أو أن حكم غيره أحسن من حكمه كالذي يفضل حكم الطواغيت على حكمه فهو كافر. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്മാർഗത്തെക്കാൾ മറ്റൊരു സന്മാർഗം നല്ലതാണെന്ന് വിശ്വസിച്ചാൽ, ചില ആളുകൾ പറയും ഇന്ന ഷെയ്ഖിൻ്റെത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീനേക്കാൾ, സന്മാർഗത്തെക്കാൾ, റസൂലിന്റെ തർബിയത്തിനേക്കാൾ നല്ലതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനേക്കാൾ നല്ല, ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ദീന് മറ്റൊരു ദീനാണ്, അതാണെന്ന് പറഞ്ഞാൽ അവൻ ദീനുൽ ഇസ്ലാം പുറത്താണ്. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുക്കുമുകൾ, അഹ്കാമുകൾ, വിധികൾ, ഈ വിധികളെക്കാൾ ഒരാൾ പറയുകയാണ് ഈ പുതിയ കാലത്തുള്ള വിധികൾ, ഈ വിധികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിയേക്കാൾ ഉത്തമമാണെന്ന് പറഞ്ഞാൽ അവിടെ അവൻ ദീനുൽ ഇസ്ലാം പുറത്താകും, അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. ഏതുപോലെ കല്ലദി യുഫദ്ദിലു ഹുക്മ തവാഗീത് അലാ ഹുക്മിഹി, താഗൂത്തുകൾ, ദുർമൂർത്തികൾ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച ഹുക്കുമുകളല്ലാതെ തൻ്റെ ഭരണത്തിൽ, തൻ്റെ രാജ്യത്തിൽ, തൻ്റെ സ്ഥലങ്ങളിൽ നടപ്പാക്കുന്ന വിധികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച വിധികളല്ലാത്ത വിധികൾ, മനുഷ്യൻ സ്വന്തം ഉണ്ടാക്കിയ വിധികൾ വിധിക്കുകയും അതിന് പുറമെ അവൻ പറയുകയാണ്, അല്ലവൻ വിശ്വസിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികൾ എൻ്റെ വിധിയേക്കാൾ കുറവാണ്, അതായത് എൻ്റെ വിധിയാണ് ഇസ്ലാമിക വിധിയേക്കാൾ ഉത്തമമായിട്ടുള്ളത് എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ദീനുൽ ഇസ്ലാം പുറത്താണ്. എന്താണ് ഇതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 2 വിരലുകൾ അടുപ്പിച്ച് പിടിച്ചുകൊണ്ട്, അതായത് നടുവിരലും ചൂണ്ടുവിരലും അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്, ഏറ്റവും നല്ല സംസാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബാണ്. വഖൈറുൽ ഹദിയി ഹുദാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ഹദീസ്, സന്മാർഗം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്മാർഗമാണ്. വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽപ്പെട്ട് ഏറ്റവും ഷർറായത്, ഏറ്റവും മോശമായത് ദീനിൽ ഉണ്ടാക്കുന്ന പുത്തനാശയങ്ങളാണ്,
പുത്തനാശയങ്ങൾ, അത് ശിർക്കാകട്ടെ അല്ലാത്ത അതിന് താഴെയുള്ള ബിദ്അത്തുകളാകട്ടെ വലിയ വൻപാപങ്ങളാകട്ടെ, എല്ലാം പുത്തനാശയങ്ങളും ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്തിലാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, ഹദീസാണ്, സംസാരമാണ് ഏറ്റവും നല്ല, ഏറ്റവും ഖൈറായത്. അപ്പോൾ മറ്റൊരു വിധി നമ്മൾ തേടിപ്പോയാൽ, അല്ലെങ്കിൽ മറ്റൊരു വിധി വിധിച്ചാൽ അങ്ങനെ കാഫിറാവുകയില്ല. പക്ഷെ അവൻ വിധിക്കുന്ന സന്ദർഭത്തിൽ അവൻ വിശ്വസിക്കുകയാണ്, ഇന്ന ഹുക്കും, ഞാൻ വിധിച്ച ഈ ഹുക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുക്കുമിനേക്കാൾ നല്ലതാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ, അങ്ങനെ പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. കാരണം ഈ ഹദീസിന് അത് എതിരാണ്. അവൻ അതിലൂടെ മനസ്സിലാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുക്കുമിനേക്കാൾ നല്ല ഹുക്കും, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്മാർഗത്തിലേക്കാൾ നല്ല സന്മാർഗം ഇന്നതാണ്, മറ്റൊരു സന്മാർഗമാണെന്ന് അവൻ വിശ്വസിക്കുകയാണ്. അതോടുകൂടി അവൻ ദീനുൽ ഇസ്ലാമിൽ പുറത്തു പോകും. ഇനി അടുത്തത്, മൻ അബഅദ ശൈഅൻ മിമ്മാ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ അമില ബിഹി കഫറ. അഞ്ചാമത്തേതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ചെറുതാകട്ടെ വലുതാകട്ടെ, അതിനോട് ദേഷ്യം കാണിക്കുക. ഏതുപോലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയതാണ് ഹിജാബ്, സ്ത്രീകൾക്കുള്ള ഹിജാബ്. അതിനെ പരിഹസിക്കുക, അതിനെതിരെ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല തർബിയത്തുകളും അദബുകളും, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എല്ലാ രൂപത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള തർബിയത്തുകൾക്ക് അതിനെ പരിഹസിക്കുക, അതിനോട് ദേഷ്യം കാണിക്കുക. ഇവിടെ പരിഹാസമല്ല, ദേഷ്യം കാണിക്കുക, വെറുപ്പ് കാണിക്കുക. വലൗ അമില ബിഹി, അവൻ വെറുപ്പ് കാണിച്ചിട്ടും അത് പ്രവർത്തിച്ചു. ഉദാഹരണം, നിസ്കാരം. ചില ആളുകൾക്ക് നിസ്കരിക്കുന്നത് വെറുപ്പാണ്, എന്നാൽ പോലും ജനങ്ങളുടെ പേടിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവൻ നിസ്കരിച്ചു വെറുപ്പോടുകൂടി, എങ്കിൽ പോലും അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. എന്താണ് അതിനുള്ള തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിലെ 9-ാമത്തെ ആയത്ത് പറഞ്ഞു, ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ فَأَحْبَطَ أَعْمَالَهُمْ. കാരണം തീർച്ചയായിട്ടും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചതിനെ വെറുത്തു. തീർച്ചയായിട്ടും കാരണം അവർ സത്യനിഷേധികളെ കുറിച്ച് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭാഗത്തിൽ. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഇറക്കിയിട്ടുള്ള കാര്യങ്ങളെ അവർ വെറുത്തു. ഫഅഹ്ബത അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോയി, നിഷ്ഫലമായി പോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി ആറാമത്തേത്, മനിസ്തഹ്സ ബിശൈഇൻ മിൻ ദീനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ സവാബില്ലാഹി വയഖാബിഹി കഫർ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽപ്പെട്ട ചെറുതാകട്ടെ വലുതാകട്ടെ ഏതെങ്കിലും ഒരു കാര്യം അതിനെ പരിഹസിച്ചു, കളിയാക്കി, തമാശയിലൂടെ കളിയാക്കി, അങ്ങനെ ചെയ്താൽ അവൻ കഫറ, ദീനിൽ നിന്ന് പുറത്തു പോകും. തമാശക്കാണെങ്കിൽ പോലും ഇത് വളരെ വലിയൊരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ചില മുനാഫിക്കീങ്ങൾ ഒരു യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും കുറിച്ച് ചില മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വഹാബത്തിനെയും അല്ലെങ്കിൽ സ്വഹാബത്തിൽപ്പെട്ട ഉലമാക്കളെ, പണ്ഡിതന്മാർ, വലിയ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനൊരു കൂട്ടരുണ്ട്, അവരുടെ വേറിനേക്കാൾ ഭക്ഷണത്തിനോട് ആർത്തിയുള്ള വേറെ ഇല്ല, അതുപോലെ തന്നെ യുദ്ധമുഖത്തിൽ നിന്നും ഒളിച്ചോടുന്നവരാണെന്നുള്ള പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് ഇതെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്നാ കുന്നാ നഖൂദു വനൽഅബ്. അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾ യാത്രയുടെ പ്രയാസത്തിൽ നിന്നും ഒരു ശമനം ലഭിക്കാൻ, ഒരു രസത്തിന് വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഖുൽ, റസൂലേ പറയുക, അബില്ലാഹി വ ആയാതിഹി വ റസൂലി കുൻതും തസ്തഹ്സിഊൻ. റസൂലേ താങ്കൾ പറയുക, അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറു, നിങ്ങൾക്ക് ഒഴിവുകഴിവില്ല, നിങ്ങൾ ഒഴിവുകഴിവ് പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം കാഫിറായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കുകയാണ് ഉണ്ടായത്. അള്ളാഹുവിൻ്റെ ദീനിലുള്ള ശിക്ഷകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് അവർ സംസാരിക്കുന്നതായി കാണാം. സൂക്ഷിക്കണം സഹോദരങ്ങളെ, സൂക്ഷിക്കണം. ഇനി ഏഴാമത്തേത് അസ്സിഹ്റു, സിഹ്ർ, മാരണം. വമിൻഹു, അതിൽപ്പെട്ടതാണ് അസ്സർഫു വൽ അത്ഫു. സർഫ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ തെറ്റിക്കുക, അത്ഫ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ അടുപ്പിക്കുക. സർഫ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ അകറ്റുക, അത്ഫ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ അടുപ്പിക്കുക. ഫമൻ ഫഅലഹു ഔ റദിയ ബിഹി കഫറ. ആരെങ്കിലും അങ്ങനെ സിഹ്ർ ചെയ്താൽ
അല്ലെങ്കിൽ ആ പ്രവർത്തനം കൊണ്ട് അവൻ തൃപ്തിപ്പെട്ടാൽ കഫറ, അവൻ ദീനുൽ ഇസ്ലാം പുറത്താണ്. സിഹർ എന്ന് പറഞ്ഞാൽ അത് ചില ജിന്നുകൾക്ക് ചില സേവനങ്ങൾ ചെയ്തുകൊണ്ട്, ശിർക്കിയായിട്ടുള്ള കുഫ്റായിട്ടുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ട് അവനിൽ നിന്നും ഉപകാരം സ്വീകരിക്കുക, ഉപകാരമെടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത്, അതിൻ്റെ വിശദീകരണ സഹോദരങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു ഫിത്നയായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ ഇറക്കുകയുണ്ടായി. 2 മലക്കുകളെ ഇറക്കുകയും സിഹറിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, വമാ യുഅല്ലിമാൻ മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. ഈ 2 മലക്കുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എങ്ങനെയല്ലാതെ ആരെല്ലാം അവരുടെ അടുക്കൽ ഇത് പഠിക്കാൻ വേണ്ടി വന്നുവോ അവരോടൊക്കെ അവർ പറഞ്ഞു, അതായത് മലക്കുകൾ പറഞ്ഞു, ഇന്നമാ നഹ്നു ഫിത്നതുൻ, തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു പരീക്ഷണമാണ്, ഒരു ഫിത്നയാണ്, ഫലാ തക്ഫുർ, ഇത് പഠിച്ചുകൊണ്ട് നിങ്ങൾ കാഫിറാകരുതേ. അതായത് സിഹറിനെ പഠിക്കലും അതിനെ തൃപ്തിപ്പെടലും അത് ചെയ്യാൻ ആവശ്യപ്പെടലും അത് ചെയ്യലുമെല്ലാം ദീനുൽ ഇസ്ലാം പുറത്തു പോകുന്ന കാര്യമാണ്. ഇനി അസ്സാമിനു, 8-ാമത്തേത് മുലാഹിറത്തുൽ മുശ്രിക്കീന മുആവനതുഹും അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കെതിരെ മുശ്രിക്കീങ്ങളെ സഹായിക്കുക എന്നുള്ളത്. ഇവിടെ ചെറിയൊരു വിശദീകരണം ആവശ്യമാണ്. ഇതിലെല്ലാ സഹായവും ഇതിൽ പെടുവോ ഇല്ലേ? ചെറിയ രൂപത്തിൽ വിശദീകരിക്കാം. അതായത് നമുക്ക് പ്രകടമായിട്ട് കണ്ടു ഒരു ഇസ്ലാമിക ഭരണകൂടം മുസ്ലിമീങ്ങൾക്കെതിരെ കുഫാരിങ്ങളെ സഹായിക്കുന്നത്. അങ്ങനെ ചെയ്താൽ മുസ്ലിം ഭരണകൂടത്തിനെ മൊത്തം കാഫിറാണെന്ന് വിധിക്കാൻ പറ്റുമല്ലേ? പറ്റുകയില്ല. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, പറ്റുകയില്ല. കാരണം ഇത് എപ്പോഴാണ് ഒരാൾ ഈ ഒരു വിഷയം കൊണ്ട് കാഫിറാവുക? മുസ്ലിമീങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട്, ദുനിയാവിൻ്റെ കാര്യങ്ങൾ കൊണ്ടല്ല, ദുനിയാവിന് എന്തെങ്കിലും ഒരു ലാഭം കിട്ടാൻ വേണ്ടിയല്ല, മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട്, ആ വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തെ നശിപ്പിക്കണമെന്നുള്ള നീയത്ത് കൊണ്ട് മുശ്രിക്കിനെ സഹായിക്കണം. അങ്ങനെ ചെയ്താലാണ് ദീനുൽ ഇസ്ലാം പുറത്തു പോയി എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ. ഇനി ദുനിയാവിന് ആണെങ്കിൽ പോലും അത് വലിയ പാപമാണ്, വളരെ വലിയ പാപമാണ്. അതിൽ അവൻക്ക് യാതൊരു ഉപകാരം ഉണ്ടാവുകയുമില്ല. കാരണം ആധിപത്യം നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്, ആധിപത്യം ഊരിയെടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ഇതറിഞ്ഞൊരു വ്യക്തി മുസ്ലിമീങ്ങൾക്ക് എതിരെ കുഫാറുകളെ, സത്യനിഷേധികളെ സഹായിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു, വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും, ആരെങ്കിലും സത്യനിഷേധികളെ ഉറ്റമിത്രമായി സ്വീകരിച്ചാൽ അവൻ അവരിൽപ്പെട്ടതാണ്, സത്യനിഷേധികൾപ്പെട്ടവരാണ്. ഇവിടെ തവല്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അത് സഹായിക്കുക, മുസ്ലിമീങ്ങൾക്കെതിരെ മുശ്രിക്കീങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. സഹായിക്കുമ്പോൾ ഒരു പ്രധാന നിബന്ധന വേണം. അതായത് കാഫിറായി പോകാനുള്ള പ്രധാന നിബന്ധനയാണ് അവൻ മുസ്ലിമീങ്ങളുടെ വെറുപ്പ് കൊണ്ടാണ്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ മാത്രമേ അയാൾ കാഫിറായി പോവുകയുള്ളൂ. ഇനി അതല്ല ദുനിയാവിൻ്റെ ചില ലാഭങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ സംഘടനയെ വളർത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയാണെങ്കിലും അവൻ കാഫിറാവുകയില്ല. പക്ഷേ വലിയ പാപമാണ്, വലിയ പാപമാണ്. ഇനി 9-ാമത്തേത്, من اعتقد أن بعض الناس يسعه الخروج عن شريعة محمد صلى الله عليه وسلم كما وسع الخضر الخروج عن شريعة موسى عليه السلام فهو كافر. ആരെങ്കിലും വിശ്വസിച്ചു, എന്താണ് വിശ്വസിക്കുന്നത്? ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിൽ നിന്നും പുറത്തു പോയതുപോലെ, അതായത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനു ഇസ്രായേലിലേക്ക് അയച്ച പ്രവാചകനാണ്. ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാം ബനു ഇസ്രായേൽപ്പെട്ടവരല്ല. അതുകൊണ്ട് തന്നെ ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ശരീഅത്തിന് അനുസരിച്ച് ജീവിക്കേണ്ട ബാധ്യതയുമില്ല. അതായത് ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാമിന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസരിക്കേണ്ട, അല്ലെങ്കിൽ അതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കേണ്ട ബാധ്യതയില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചിട്ടില്ല. ഇത് തെളിവാക്കിക്കൊണ്ട് പല ആളുകളും പറയാറുണ്ട്, ഇവിടെ ഹഖീഖത്തിന്റെ അവസ്ഥയിലെത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കൽ ബാധ്യതയില്ല, അവർക്ക് വേറെ രൂപത്തിലുള്ള ശരീഅത്താണ്, അത് സാധാരണക്കാർക്ക് മനസ്സിലാവുകയില്ല, അത് അവർക്കേ മനസ്സിലാവുകയുള്ളൂ. അവർക്ക് പിന്നെ നിസ്കരിക്കേണ്ടതില്ല, നോമ്പ് നോൽക്കേണ്ടതില്ല, അവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം എന്നുള്ള ഒരു നിലപാട്. എന്നിട്ട് അവർ തെളിവാക്കുക ഈ സംഭവമാണ്, ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിനെ പിൻപറ്റിയിട്ടില്ല. ഈ ഒരു കാരണം അവരെടുത്തുകൊണ്ട് അവർ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമാണ്. ത്വരീഖത്തിൻ്റെ ആളുകൾ
അവർ പറയും ഇതെല്ലാം സാധാരണക്കാർക്കുള്ളതാണ്. നിസ്കാരം, നോമ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ള ഓരോ അദബുകളും. ഞങ്ങളുടെ ഷെയ്ഖുമാർക്ക്, ഞങ്ങളുടെ ത്വരീഖത്തിന്റെ ഷെയ്ഖുമാർക്ക് ഇതൊന്നും ബാധ്യതയില്ല. അവർ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരാണ്. ചില ആളുകൾ പറയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലുണ്ട് എന്ന്. അല്ലാഹുൽ മുസ്തആൻ അതുവരെ പറയുന്നതായി കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ, അല്ലെ ഇങ്ങനെ ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, പറയണമെന്നില്ല. ചില ആളുകൾക്ക്, നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് അനുസരിച്ച് ജീവിക്കൽ ബാധ്യതയില്ല എന്ന് ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. ആ വിശ്വാസമായി കൊണ്ട് മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ ശാശ്വതനാണ്. അവൻ നരകത്തിൽ ശാശ്വതനാണ്. ഇനി 10-ാമത്തേത് അൽ-ഇഅ്റാദു അൻ ദീനില്ലാഹി തആല ലാ യതഅല്ലമുഹു വലാ യഅമലു ബിഹി. ദീനുൽ ഇസ്ലാമിൽ നിന്നും പിന്തിരിഞ്ഞു കളയുക. അതായത് അവൻ പഠിക്കുന്നില്ല, ഒരു പ്രവർത്തനം പ്രവർത്തിക്കുന്നില്ല. അതായത് ഒരു ദീൻ ശ്രദ്ധിക്കാത്ത രൂപത്തിൽ പഠിക്കുകയില്ല പ്രവർത്തിക്കുകയില്ല എന്ന ദീനുൽ ഇസ്ലാം ശരിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവൻ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നില്ല. തീരെ ഒരു രൂപത്തിലുള്ള ഇബാദത്ത് അവന്റെ അടുക്കലില്ലെങ്കിൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സജ്ദയിലെ 22-ാമത്തെ ആയത്തിൽ പറഞ്ഞതായി കാണാം, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിബൂൻ. ആരുണ്ട് ഇത്രയേറെ വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, ആരുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകൾ ഓതി കേൾപ്പിച്ചിട്ടും അതിലേറെ അക്രമം കാണിച്ച ഒരുത്തൻ. ആരുണ്ട് ഏറ്റവും വലിയ അക്രമം കാണിച്ചവൻ, അല്ലെങ്കിൽ അക്രമം കാണിച്ചവരിൽ ഏറ്റവും വലിയവൻ ആരാണത്? മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ ഓതി കേൾപ്പിക്കുകയും സുമ്മ അറദ അൻഹാ, പിന്നീട് അതിൽ നിന്നും പിന്തിരിഞ്ഞു കളഞ്ഞു. അങ്ങനെ ചെയ്തൊരു വ്യക്തി ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. അപ്പോൾ സഹോദരങ്ങൾ, ഈ 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏത്? അവസാനത്തേത്. അതായത് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നതാണ്. പല ആളുകളും മുസ്ലിമാണെന്ന് പറയും, എന്നാൽ ഇസ്ലാമിന്റെ യാതൊരു അലാമത്തോ അല്ലെങ്കിൽ നിസ്കാരമോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാവുകയില്ല. നിസ്കരിക്കുകയില്ല, നോമ്പ് നോൽക്കുകയില്ല. നിസ്കാരം ഒഴിവാക്കിയാൽ കാഫറാണെന്നുള്ള സംശയമില്ലാത്ത വിഷയമാണ്, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇബാദാത്തുകൾ ഇസ്ലാമിൻ്റെ യാതൊരു നിയമവും സ്വീകരിക്കുന്നില്ല, യാതൊരു മര്യാദയും സ്വീകരിക്കുന്നില്ല, ഇസ്ലാമിക ദീനിനെ കുറിച്ച് പഠിക്കുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയുള്ള ഒരു വ്യക്തി ദീനുൽ ഇസ്ലാം പുറത്താകും. നമ്മുടെ നാട്ടിൽ പല ആളുകളും കാണാൻ സാധിക്കും, ഒരു കാടൻ ജീവിതം പോലെ. അവൻ പറയുന്നുണ്ടെങ്കിലും, എങ്ങനെ ഇസ്ലാം ശരിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവൻ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ, ഇസ്ലാം അനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്താകും. അതിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഈ 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതല്ലാത്ത മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ആളുകളും ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകാനുള്ള കാരണം ഇതാണ്, ഈ 10 കാര്യങ്ങൾ. മുസ്ലിം ഉമ്മത്തിൽ നിന്നും മറ്റ് സത്യനിഷേധികളും വിദഗ്ധ കക്ഷികളും അവിടെ മുസ്ലിം ഉമ്മത്തിൽ പ്രവേശിച്ചതിന് ശേഷം മുസ്ലിം ഉമ്മത്തിന് വന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 മാറ്റങ്ങളാണ് ഇവ. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് തക്ദീബ് ബിയൗമിദ്ദീൻ, പരലോകത്തെ നിഷേധിക്കുക, കളവാക്കുക എന്നുള്ളത്. അതും കുഫ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുദ്ദസ്സിറിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, നരകവാസികളോട് സ്വർഗവാസികൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ നരകവാസികളോട് സ്വർഗത്തിലുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ സലകക്കും ഫീ സഖർ, നിങ്ങളെ എന്താണ് സഖർ എന്ന നരകത്തിൽ പ്രവേശിപ്പിച്ചത്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, അവർ പറയും ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളിൽ പെട്ടവരായിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ വിനോദത്തിൽ മുഴുകിയ ആളുകളുടെ കൂട്ടത്തിലായിരുന്നു. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, അങ്ങനെ പരലോകത്തെ കളവാക്കിയ ആളുകളായിരുന്നു എന്ന് അവർ അവിടെ വെച്ച് പറയും. ഹത്താ അതാനൽ യഖീൻ, ഞങ്ങൾക്ക് യഖീൻ, മരണം എത്തുന്നത് വരെ. ഇനി അതുപോലെ തന്നെ മറ്റൊരു വലിയ ഒരു വിഷയമാണ് ദൊലാലത്തിന്റെ നേതാക്കളെ ആ ദൊലാലത്തിൽ അനുസരിക്കുക എന്നുള്ളത്. ദൊലാലത്തിന് പറഞ്ഞാൽ വഴിപേച്ച, ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകളെ അള്ളാഹുവിന്റെ ദീനെതിരെ വിശ്വസിക്കുക എന്നുള്ളത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹുക്ം പറഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണം, അൽ-ഇസ്തിഗാസത്തു ബിഗൈരില്ലാഹി ശിർക്കുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് എന്നുള്ളത് സംശയമില്ലാത്ത വിഷയമാണ്, ദീനുൽ ഇസ്ലാം പുറത്തു പോകുന്ന വിഷയമാണ്. ഇപ്പുറത്ത് അവരുടെ സംഘടനയുടെ നേതാവ് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു നേതാവ് അത് ഷിർക്കല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അതിനെ അനുസരിക്കുക, അത് അതുപോലെ തന്നെയാണെന്ന് വിശ്വസിച്ചാൽ
അതും ദീനുൽ ഇസ്ലാം പുറത്തു പോകും. കാരണം എന്താണ്? അവൻ ആ നേതാവിനെ അള്ളാഹുവിന്റെ സ്ഥാനത്തെത്തിച്ചു. ഇത്തഖദു അർബാബഹും വറഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരോട് പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ പറഞ്ഞതാണ്, ജൂതന്മാരെ അവരുടെ പാതിരിമാരെ റബ്ബായി സ്വീകരിച്ചു. എങ്ങനെ റബ്ബായി സ്വീകരിച്ചേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള ദീനിനെതിരായിട്ടുള്ള കാര്യങ്ങളിൽ അവരനുസരിച്ചു, ആ പാതിരിമാരെ അനുസരിച്ചു എന്നുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ജൂതന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല. മുസ്ലിം ഉമ്മത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവർ റബ്ബായി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്, സംശയമില്ലാത്ത വിഷയമാണ്. അങ്ങനെ റബ്ബായി സ്വീകരിച്ചാൽ അവനക്ക് രണ്ട് റബ്ബായി, അല്ലെങ്കിൽ അള്ളാഹുവിനെ പുറമെ മറ്റു റബ്ബിനാണ് സ്വീകരിച്ചത് എന്ന് ഇസ്ലാമിനും പുറത്താണ്. ഈ ഒരു വിഷയത്തിലെ സംബന്ധിച്ച് ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. ഇനി മറ്റൊരു വിഷയമാണ് അന്നിഫാഖുൽ അക്ബർ, വലിയ നിഫാഖ്. നിഫാഖുൽ അക്ബർ എന്ന് പറഞ്ഞാൽ വലിയ കപട വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അതിന് ശേഷമുള്ള കാലഘട്ടത്തിലുമുണ്ട്, ഇപ്പോഴും ഉണ്ടായിരിക്കും, ഒരു സംശയം വേണ്ട. അതായത് പുറത്ത് മുസ്ലിമായി അഭിനയിക്കുകയും ഉള്ളില് ശിർക്കിൻ വിശ്വാസങ്ങളും അല്ലെങ്കിൽ ശിർക്കിയായിട്ടുള്ള കുഫ്രിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകൾ. പുറത്ത് മുസ്ലിമുകളുടെ അടുക്കൽ മുസ്ലിമാണ്, എന്നാൽ ഉള്ളിലാണെങ്കിലോ ശിർക്കൻ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ കുഫ്രിയായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനല്ല കള്ളനാണെന്ന് അവൻക്ക് വാദമുണ്ടെങ്കിൽ അത് നിഫാഖാണ്. പുറത്തെന്താണ്? അവൻ മുസ്ലിമാണ്, മുഅ്മിനാണ്, നിസ്കരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അകത്ത് വളരെ മോശമാണ്. അത് നിഫാഖുൽ അക്ബർ എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർഖിൽ അസ്ഫലി മിനന്നാർ. തീർച്ചയായിട്ടും മുനാഫിക്കീങ്ങൾ നരകത്തിലെ